ഹിമാലയത്തിൻ്റെ ഒരു ഭാഗം മഞ്ഞുമൂടിയ കൊടുമുടി ശരിക്കും വളരെ വ്യക്തമായിട്ട് കാണാം. പക്ഷെ ഇതിലത്രയും ക്ലിയർ ആയിട്ട് കാണുമോ എന്നുള്ളത് വളരെ സംശയമാണ്. ഇവിടെ നിന്നുകൊണ്ട് എടുക്കുകയാണ്. ഗിരിനഗറിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവിടുന്ന് 20 കിലോമീറ്ററാണ് ഉള്ളൂന്ന് തോന്നുന്നു. പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക് ജാമെന്ന് ഞാൻ പറഞ്ഞ ട്രാഫിക് ജാമിനാണ്. വഴിയിൽ പാറ പൊട്ടി വീണിട്ട് റോഡ് ബ്ലോക്കായി അവർക്ക് അങ്ങോട്ട് ആളെ വിടാൻ പറ്റാണ്ടാവും. അപ്പം അത് കാരണം ഇന്ന് മിക്കവാറും പോക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ വേറൊരു മന എന്നൊരു സ്ഥലത്തോട്ട് പോകാനുള്ള ഒരു ഐഡിയയിലേക്ക് പോകണം. നാളെ ഒരു ക്ലൈമറ്റ് ശരിയാണെങ്കിൽ ബദ്രീനാഥിലേക്ക് പോകാനുള്ള ഇന്നലെ രാത്രിയിലോ മറ്റും മഴ പെയ്തതുകൊണ്ട് അതാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ റോഡിന്റെ കാര്യം റോഡിന്റെ അല്ല പ്രശ്നം. മുകളിൽ നിന്ന് അതിന്റെ സൈഡ് കട്ടിങ് വിശ്വസിക്കാൻ പറ്റത്തില്ല. അത് അറിയുന്നതിന് മണ്ണും കൂടിയുള്ള ഒരു മിക്സിങ്ങാണ്. അതാണ് പറ്റുന്നത്. അത് താഴെ വരാനുള്ള സാധ്യതയുണ്ട്. അതൊന്നും ഫുള്ളായിട്ട് ശരിയാക്കാൻ പറ്റത്തില്ല. ഒരുപാട് കിലോമീറ്റർ കണക്കിന് ഈ സെയിം പ്രശ്നമാണ്. ഇത് ഇവിടെ ലാൻഡ് സ്ലൈഡ് നടന്ന പോലെ തോന്നുന്നത്. ഇവിടെ മുമ്പോ ഇത് ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയയും കൂടെയാണ്. അങ്ങനെ ഇന്നത്തെ ഒരു പരിപാടി ഇങ്ങനെയാണ്. കുളിക്കാൻ തോന്നുന്നു അല്ലേ? പറഞ്ഞോ. ഇവിടെയുള്ള ഈ റോക്ക് ഫോർമേഷൻ കാണാം. സ്ട്രെയിറ്റ് കട്ടിംഗ് ആണ്. ഇത് നാച്ചുറലാണ്. പക്ഷെ നാച്ചുറലി സ്ട്രെയിറ്റ് വരാറില്ല. പക്ഷെ എന്താണെന്നുള്ളത് അറിയാൻ പാടില്ല. റോക്ക് കണ്ട മനുഷ്യര് കട്ട് ചെയ്ത പോലെ ഉണ്ട്. പക്ഷെ മനുഷ്യര് കട്ട് ചെയ്താകാനുള്ള സാധ്യതയില്ല. ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാൻ പാടില്ല. അതൊരു പകുതിയൊക്കെ പോകുന്നതാണ്. ഇതേ ഒരു ഇതാവും അങ്ങനെ ഇല്ലല്ലോ. കിട്ടി അത് ക്ലിയർ ചെയ്യണ്ടേ? അപ്പൊ ഈ വന്നവരൊക്കെ പെട്ടുപോയി. പോകാനും പറ്റിയ പറയാനും പറ്റില്ല. പിന്നെ നമ്മുടെ ലക്ക് ഒരു പ്രശ്നമില്ലാണ്ട് പോകുന്നത് നമ്മുടെ ഭാഗ്യം, ദൈവയുടെ ആക്ഷം എന്ന് പറയും.
പ്രോഗ്രാമേ നാളെ ഫുള്ളായിട്ട് ഒരു 6 കിലോമീറ്റർ നമ്മൾ നടക്കുന്നു. ഇതൊരു പേര് പറഞ്ഞത് മേഘങ്ങള് അവിടെ വെള്ളം കൊണ്ട് കൊടുക്കുകയാണ്. അത് തണുപ്പ് കൊണ്ട് ഐസായിട്ട് മാറുന്നു. ആ ഐസ് ഉരുകിയിട്ട് താഴോട്ട് സ്ട്രീമായിട്ട് വരുന്നു. ഇതെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ കാണാം. ചെറിയൊരു എക്സാമ്പിളാണ് കണ്ടത്. ഹെയർപിൻ ബെൻഡുകൾ കയറിയിട്ട് മുകളിലോട്ട് പോവാണ്. കാരണം ഈ മലയുടെ മുകളിൽ പോവാണ്. ഏകദേശം അടുത്ത മലയുടെ അതിൻ്റെ അവിടെ സാമ്യമുള്ള ഹൈറ്റ് ആയിരിക്കാം. ഇങ്ങനെ ചുറ്റി ഇതിന്റെ മുകളിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വെള്ളച്ചാട്ടങ്ങൾ ഒരുപാടുണ്ട്. എത്രയാണെന്ന് പോലും പറയുന്നില്ല. ഒരുപാടുണ്ട്. സ്ട്രീംസ് കൂടെ വെള്ളം വരും.